ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടി ബോട്ടിലാട്ടാണ്. കുട്ടി ബോട്ടിൽ ലാമ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഈ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പല വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ട് വരാം. ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഗ്ലൂ ആണ്. നമ്മൾ ഫെവിക്കോൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ കുറച്ചൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ടിഷ്യൂവിൽ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മുളകിൻ്റെ തണ്ടാണ്. ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗം നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ റെഡ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മളിതിന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ കുട്ടി ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗം നമ്മളതിന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിനി നമ്മളെ ബോട്ടിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഗ്ലൂവും പൗഡറും കൂടിയിട്ട് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് വരാം. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ മേലെ ഗ്രീൻ കളർ കൊണ്ട് കുഞ്ഞു കുഞ്ഞു തണ്ടുകൾ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾ ഐഡിയയിൽ നല്ല ഭംഗിയായിട്ട് വരച്ചു കൊടുക്കുക. എനിക്കത്ര വരയ്ക്കാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇത് ബോട്ടിൽ ഫുള്ളായിട്ട് കുഞ്ഞ തണ്ടുകളായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുഞ്ഞ സ്ട്രോ ആണ്. കുഞ്ഞ സ്ട്രോ ഇല്ലെങ്കിൽ നമുക്ക് വലിയ സ്ട്രോ എടുത്ത് കട്ട് ചെയ്താലും മതി. ഇനി നമ്മളിതിന് കുഞ്ഞ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് 3-4 ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് ഗ്രീൻ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ തണ്ടും നമ്മൾ കളർ ചെയ്തതിന് ശേഷം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഫ്ലവർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച മുളകിൻ്റെ തണ്ടുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗ്ലൂ ഗൺ കൊണ്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ ഫ്ലവേഴ്സും നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം കാലിലേറ്റ് കിടക്കുകയാണ്. അവിടെ നമ്മൾ മുളകിൻ്റെ തണ്ടുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2-3 ലെയറായിട്ട് ഗ്ലൂ ഗൺ കൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഗോൾഡൻ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ടോപ്പ് ഭാഗം നമ്മൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവേഴ്സിന് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റായിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ റെഡ് കളർ പോകാനൊന്നും പാടില്ല കേട്ടോ.
എന്നിട്ട് നമ്മളിതിന് വാർണിഷും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുളകിൻ്റെ തണ്ട് കേട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിയർ വാർണിഷ് അടിക്കുകയാണ്. ബോട്ടിൽ ഫുള്ളായിട്ട് ക്ലിയർ വാർണിഷ് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്പിൾ ബോട്ടിൽ ലാമ്പ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് LED ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, അസ്സലാമു അലൈക്കും.